കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന കവർ പാലിന്റെ മുകളിൽ പാസ്ചറൈസ്ഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, വെറുതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലിന്റെ ടെമ്പറേച്ചർ അത് തിളയ്ക്കുന്നതിന് തൊട്ട് താഴെയുള്ള ടെമ്പറേച്ചറിലേക്ക് ഉയർത്തിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് തണുപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അതിലുള്ള ബാക്ടീരിയനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള പാല് നമ്മൾ വീണ്ടും തിളപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ കുറയാനായിട്ട്, ചില വൈറ്റമിൻസ് ഒക്കെ കുറയാനായിട്ട് കാരണമാവുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലല്ലാതെ ഈ കവർ പാല് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ കയ്യിലെത്തുന്ന കവർ പാല് ലീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ കയ്യിലെത്തുന്ന പാലിൻ്റെ ഹൈജീനിന് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മളത് തിളപ്പിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. പിന്നെ ചില ഹെൽത്ത് കണ്ടീഷനിൽ ചില ആൾക്കാർക്ക് ഈ പാസ്ചറൈസ്ഡ് മിൽക്ക് തിളപ്പിച്ചാൽ മാത്രമേ അവർക്ക് ദഹിക്കുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷനിലും നമ്മളത് തിളപ്പിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. പക്ഷേ നമ്മുടെ റോ മിൽക്കില്ലേ, നമ്മൾ പശുവിൻ്റെ അടുത്ത് നിന്ന് ഡയറക്റ്റായിട്ട് കൊണ്ടുവരുന്ന പാല് നമ്മളൊരു കാരണവശാലും തിളപ്പിക്കാതെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല.